ഹായ് ഓൾ, വെൽക്കം ടു ബയോ ക്ലാസ്. എൻ്റെ പേര് ശ്രീജ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ഭാഗമാണ് സൊമാറ്റിക് എംബ്രിയോജനസിസ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കയറിയാലോ. എന്താണ് സൊമാറ്റിക് എംബ്രിയോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അതായത് സൊമാറ്റിക് ആയിട്ടുള്ള എംബ്രിയോസ് ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് എംബ്രിയോജനസിസ് എന്ന് പറയുന്നത്. അവിടെ സൊമാറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് സെല്ലിന് റിപ്രൊഡക്റ്റീവ് അല്ലാത്ത നോൺ റിപ്രൊഡക്റ്റീവ് സെൽസ്, ഇപ്പം നമുക്കറിയാം ഏത് കാറ്റഗറി എടുത്ത് നോക്കിയാലും രണ്ട് ടൈപ്പ് സെല്ലുകൾ ഉണ്ടായിരിക്കും അല്ലേ. റിപ്രൊഡക്റ്റീവ് സെൽസ് ഉണ്ടായിരിക്കും, നോൺ റിപ്രൊഡക്റ്റീവ് സെല്ലുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള നോൺ റിപ്രൊഡക്റ്റീവ് സെല്ലുകളെ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ആ സൊമാറ്റിക് സെല്ലുകളിൽ നിന്നാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് എങ്കിൽ ആ എംബ്രിയോന്ന് എന്തുണ്ടാവുന്നുണ്ട്, ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ഡെവലപ്പ് ചെയ്യുന്നു വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അത്തരത്തിലുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് എംബ്രിയോജനസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഈ എംബ്രിയോസ് സൈഗോട്ടിക് എംബ്രിയോസിന് പോലെ റിസംബ്ലൻസ് കാണിക്കും. പക്ഷെ അവരെന്തല്ല, ശരിക്കും ഫെർട്ടിലൈസേഷൻ വന്നിട്ടൊന്നും ഉണ്ടായത്, കൃത്യമായിട്ട് ഫെർട്ടിലൈസേഷൻ ഒക്കെ ഉണ്ടായതിനു ശേഷം ഉണ്ടായ എംബ്രിയോസ് ആണ് നമ്മുടെ സൈഗോട്ടിക് എംബ്രിയോസ് അല്ലേ. എന്നാൽ സൊമാറ്റിക് എംബ്രിയോസ് സൈഗോട്ടിക് എംബ്രിയോസിന്റെ അടുത്ത് സിമിലാരിറ്റീസ് കാണിക്കും. പക്ഷെ എന്തായിരിക്കും, ഡിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷെ എന്താ സിമിലാരിറ്റി, പല പല കാര്യങ്ങൾക്കും സിമിലാരിറ്റീസ് കാണിക്കുന്നു. ഓക്കെ അല്ലേ. പക്ഷെ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്ത് എന്തായിരിക്കും, സൊമാറ്റിക് സെല്ലെന്ന് അല്ലെങ്കിൽ സൊമാറ്റിക് ടിഷ്യൂസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ പല കാര്യങ്ങൾക്കും സൈഗോട്ടിക് എംബ്രിയോസുമായിട്ട് സൊമാറ്റിക് എംബ്രിയോസിന് സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് എംബ്രിയോജനസിസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ അവരുടെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാ പറയുന്നത്, അവർക്ക് ബൈപോളർ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. ഒരു ഷൂട്ടും ഒരു റൂട്ടും ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ രണ്ട് പോളാർ ആയിട്ടുള്ള ബൈപോളാർ സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ടായിരിക്കും. പിന്നെ പാരന്റ് ടിഷ്യൂവുമായിട്ട് യാതൊരു രീതിയിലുള്ള വാസ്കുലർ കണക്ഷൻസും കാണാനായിട്ട് പറ്റില്ല. പിന്നെ ഇവർ സിംഗിൾ സെല്ലെന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെല്ലുകൾ എന്നായിരിക്കും ഡെവലപ്പ് ചെയ്യുക. സൈഗോട്ട് നല്ലല്ലോ ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു സിംഗിൾ ആയിട്ടുള്ള സെല്ലെന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെല്ലെന്നോ ആയിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നെ ഇതിൽ നിന്നും നമുക്ക് ഈ സൊമാറ്റിക് ആയിട്ടുള്ള എംബ്രിയോസിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടോട്ടിപൊട്ടൻസി എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു എംബ്രിയോ കംപ്ലീറ്റ് ആയിട്ടൊരു പ്ലാനറ്റ് ഡെവലപ്പ് ചെയ്യുക. ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ടോട്ടിപൊട്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ടോട്ടിപൊട്ടൻസി എന്ന് പറയുമ്പോൾ എബിലിറ്റി ഓഫ് എ സെൽ ടു ഗീവ് എ ന്യൂ ഇൻഡിവിജ്വൽ അല്ലേ. ഒരു സെല്ലിനെ ഒരു പുതിയ ഇൻഡിവിജ്വലിനെ നൽകാനുള്ള അതിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഗോട്ടിലിബ് ഹെയ്ബർലാൻഡ് ആണ്. പേര് ഓർത്ത് വെക്കണം. ആദ്യമായിട്ട് ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ആരാണ്, ഗോട്ടിലിബ് ഹെയ്ബർലാൻഡ് ആണ്. അതായത് അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഓരോ പ്ലാന്റ് സെല്ലിനും ഒരു ജനറ്റിക് ആയിട്ടുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോൾ പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സെല്ലിനും ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും. എപ്പോഴായിരിക്കും, അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ്. അതിനെ വിളിക്കുന്ന പേരാണ് ടോട്ടിപൊട്ടൻസി. ഓക്കെ അല്ലേ. എവറി പ്ലാന്റ് ഹാസ് ദ ജനറ്റിക് എബിലിറ്റി ടു റീജനറേറ്റ് ഇൻ എ ഹോൾ പ്ലാന്റ് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കിട്ടുക വെച്ചാൽ ഏത് സെല്ലിനും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ടൈപ്പ് ഓഫ് സൊമാറ്റിക് എംബ്രിയോജനസിസ്, പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള സൊമാറ്റിക് എംബ്രിയോജനസിന്റെ ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് സൊമാറ്റിക് എംബ്രിയോജനസിസ്. എന്തായിരിക്കും, എക്സ്പാൻഡ്, നമ്മൾ നേരത്തെ തന്നെ ഡയറക്റ്റ് ഓർഗാനോജനസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സൊമാറ്റിക് എംബ്രിയോജനസിസിലെ ഡയറക്റ്റ് സൊമാറ്റിക് എംബ്രിയോജനസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സ്പ്ലാന്റിൽ നിന്നാണ് എംബ്രിയോസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇവിടെ ഡയറക്റ്റ് അല്ലേ, കാലസിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജ് ഉണ്ടോ, ഇല്ല, മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതായിരുന്നു അതെ അല്ലേ. അപ്പൊ അതുപോലെ ഇവിടെ എന്തില്ല, കാലസിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുന്നില്ല, അത് ആബ്സെന്റ് ആണ്. പിന്നെ ജനറ്റിക്കലി സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ ഒന്നും കൂടി ഫാസ്റ്റർ ആണ് നമ്മുടെ ഡയറക്റ്റ് സൊമാറ്റിക് എംബ്രിയോജനസിസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് സിട്രസ്, മെഡിക്കാഗോ, ഇതൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇൻഡയറക്റ്റ് സൊമാറ്റിക് എംബ്രിയോജനസിസ്. ഇൻഡയറക്റ്റ് സൊമാറ്റിക് എംബ്രിയോജനസിസ് എന്ന് പറയുമ്പോൾ എന്താ, എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് ഏത് ത്രൂ ആയിരിക്കും, കാലസ് വഴിയായിരിക്കും എംബ്രിയോസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. കാലസിൽ നിന്നും
എംബ്രിയോണിക് സെൽ ഡെവലപ്പ് ചെയ്തു. ആ എംബ്രിയോണിക് സെല്ലിൽ നിന്നാണ് എംബ്രിയോസ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ അല്ലേ? ചില കേസുകളിൽ നമ്മുടെ സോമാക്ലോണൽ വാരിയേഷനിലൊക്കെ ഒത്തിരി വാരിയേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. എക്സാമ്പിൾസ് നോക്കി നോക്കൂ. നമ്മുടെ ക്യാരറ്റ് അല്ലേ, ഡാക്കസ് കരോട്ട, നിക്കോട്ടിയാന ടിബാക്കം ഒക്കെ അതിന് എക്സാമ്പിൾസ് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് ആണ് സ്റ്റേജസ് ഓഫ് സൊമാറ്റിക് എംബ്രിയോജനിസിസ്. നമുക്കിപ്പോൾ സിലബസിൽ പഠിക്കേണ്ടത് സൊമാറ്റിക് എംബ്രിയോജനിസിസ് എന്താണ്. അപ്പോൾ എന്താണ് സൊമാറ്റിക് എംബ്രിയോജനിസിസ്? സൊമാറ്റിക് എംബ്രിയോ ഉണ്ടാവുന്ന പ്രോസസ്സിനെ വിളിച്ച പേരാണ് സൊമാറ്റിക് എംബ്രിയോജനിസിസ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുള്ള സൊമാറ്റിക് എംബ്രിയോജനിസിസ് ഉണ്ട്. ഡയറക്റ്റ് സൊമാറ്റിക് എംബ്രിയോജനിസിസ് ഉണ്ട്, ഇൻഡയറക്റ്റ് സൊമാറ്റിക് എംബ്രിയോജനിസിസ് ഉണ്ട് അല്ലേ? ഡയറക്റ്റ് ആയിട്ടുള്ള സൊമാറ്റിക് എംബ്രിയോജനിസിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ കാലസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. എന്നാൽ ഇൻഡയറക്റ്റ് ആകുമ്പോൾ കാലസ് ഡെവലപ്പ് ചെയ്യുന്നു. കാലസിൽ നിന്നാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. കിട്ടിയല്ലോ? അപ്പോൾ നെക്സ്റ്റ് ആണ് സ്റ്റേജസ് ഓഫ് സൊമാറ്റിക് എംബ്രിയോജനിസിസ്. എന്തെല്ലാമാണ് സൊമാറ്റിക് എംബ്രിയോജനിസിന്റെ പ്രധാനപ്പെട്ട സ്റ്റേജസ് എന്ന് നമുക്ക് നോക്കിയാലോ? ഫസ്റ്റ് വൺ ആണ്, സാധാരണ ഞാൻ പറഞ്ഞു സൊമാറ്റിക് എംബ്രിയോസ് എന്ന് പറയുമ്പോൾ അവർ സൈഗോട്ടിക് ആയിട്ടുള്ള എംബ്രിയോനെ പോലെ തന്നെയായിരിക്കും കാണുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം? ഫസ്റ്റ് വൺ ആണ് ഇൻഡക്ഷൻ. നമുക്ക് ഇൻഡക്ട് ചെയ്യണം വേണ്ടേ? രണ്ടാമത്തെയാണ്, അപ്പോൾ നമ്മൾ ഇൻഡക്ട് ചെയ്ത് കൊടുത്തു. നമ്മൾ ന്യൂട്രിയൻ മീഡിയ ഒക്കെ ഉണ്ട്, നമ്മൾ ഇൻഡക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടുന്ന് സൊമാറ്റിക് ആയിട്ടുള്ള സെല്ലുകൾക്ക് ഡി ഡിഫറൻസിയേഷൻ സംഭവിച്ചു. ഓക്കെ, ആ ഡി ഡിഫറൻസിയേഷന്റെ ഫലമായി നമ്മുടെ മെറ്റീരിയൽ എന്തുണ്ട്? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിൻ ഉണ്ട്. ഓക്സിൻ എന്ന് പറയുമ്പോൾ 2,4-D. ദെൻ അവിടെ എംബ്രിയോജനിക് ആയിട്ടുള്ള കോമ്പിറ്റൻസ് സംഭവിച്ചു. അങ്ങനെ സെല്ലുകൾ മെല്ലെ മെല്ലെ ബിക്കം ആയിട്ട് ആരായി മാറിയാണ്? എംബ്രിയോ ആയിട്ട് മാറുന്നത്. സെൽസ് ബിക്കം കേപ്പബിൾ ഓഫ് ഫോമിങ് എംബ്രിയോസ്. സെൽസ് പോകെ എംബ്രിയോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജസ് നോക്കി നോക്കാം. ഗ്ലോബുലാർ സ്റ്റേജ് ഉണ്ട്, ഹാർട്ട് സ്റ്റേജ്, ടെർപിഡോ സ്റ്റേജ്, ദെൻ കോട്ടിലിനറി സ്റ്റേജ്. 4 ഘട്ടമാണുള്ളത്. ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 ഘട്ടംസ് ആയിരിക്കും ഉണ്ടാവുക. ഏതൊക്കെയാണ്? ഗ്ലോബുലാർ സ്റ്റേജ്, ഹാർട്ട് സ്റ്റേജ്, ടോർപിഡോ സ്റ്റേജ് ആൻഡ് കോട്ടിലിനറി സ്റ്റേജ് ആയിരിക്കും ഉണ്ടാവുക. 4 ഘട്ടങ്ങൾ. കേട്ടല്ലോ? നെക്സ്റ്റ് അപ്പം മെച്ചുറേഷൻ ചെയ്തു. ആ മെച്ചുറേഷൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവർ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും. ആ എംബ്രിയോയുടെ ന്യൂട്രിയൻസ് മൊത്തം അവിടെ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ദെൻ മെല്ലെ മെല്ലെ അവർ ടോളറൻസ്, ഇപ്പം നമുക്കറിയാം കുറച്ച് മെച്ചുർ ആകുമ്പോഴല്ലേ ടോളറൻസ് ഉണ്ടാവുക. മെല്ലെ ഡെസിക്കേഷൻ വന്നാലും ഒരു ടോളറൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ പ്ലാനറ്റ് ആയിട്ട് ഗ്രോ ചെയ്യാണ് ചെയ്യുന്നുണ്ടാവുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, വേറെ എക്സ്ട്രാ ഒന്നുമില്ല. നമ്മൾ ടിഷ്യൂ കൾച്ചറിലെ ബയോടെക്നോളജി പഠിക്കുന്ന അതേ സ്റ്റെപ്സ് ഒക്കെ തന്നെ എവിടെയും വരുന്നത്. എന്താ? ഇൻഡക്ട് ചെയ്തു, ദെൻ ഡിഫറൻസിയേഷൻ സംഭവിച്ചു, ഓക്സിജൻ കൊടുത്തു, അവിടെ മെല്ലെ എന്ത് ചെയ്തു? എംബ്രിയോസ് ആയി മാറി. എംബ്രിയോ മെല്ലെ മെച്ചുർ ആയി മാറി. ആ മെച്ചുറേഷന്റെ ഫലമായിട്ട് ഒരു എന്താ പറയാ, ഒരു ടോളറൻസ് ഒക്കെ വന്നു. ദെൻ അവിടെ നിന്ന് ജെർമിനേഷൻ ചെയ്തിട്ട് ഒരു പുതിയ പ്ലാനറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയാണ് വെച്ചാല് എന്തൊക്കെയാണ് സൊമാറ്റിക് എംബ്രിയോജനിസിസിനെ എഫക്റ്റിംഗ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ അല്ലേ? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സൊമാറ്റിക് എംബ്രിയോജനിസിസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. അത് ഞാൻ നമ്മൾ PGRS എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഏതൊക്കെയാ? ഓക്സിൻ ഉണ്ട്, സൈറ്റോകൈനിൻ ഉണ്ട്, AB എന്ന് പറയുമ്പോൾ അബ്സിസിക് ആസിഡ് ഉണ്ട്, ഓക്സിൻ 2,4-D ഇൻഡക്ഷന് സഹായിക്കുന്ന ഹോർമോണാണ് ഇത് ഓക്സിൻ എന്ന് പറയുന്നത്. സൈറ്റോകൈനോ ഡിഫറൻസിയേഷൻ ആണ് സൈറ്റോകൈൻ സഹായിക്കുന്നുണ്ടാവുക. അബ്സിസിക് ആസിഡ് നമ്മുടെ എംബ്രിയോ എന്താണോ ആ എംബ്രിയോ മെച്ചുർ ആവാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ന്യൂട്രിയൻസ് കൊടുത്തു അല്ലേ? നമ്മൾ ന്യൂട്രിയൻസ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് നമ്മൾ കൊടുത്തു. രണ്ടാമത്തേതാണ് എക്സ്പ്ലാന്റ് സോഴ്സ്. ഏത് വേണമെങ്കിലും നമുക്ക് എക്സ്പ്ലാന്റ് ആയിട്ട് എടുക്കാൻ പറ്റും അല്ലേ? യങ് ടിഷ്യൂസ് എടുക്കാം, ഇമ്മെച്ചുർ എംബ്രിയോസ് എടുക്കാം, ലീഫ് എടുക്കാം, ഏത് വേണമെങ്കിലും നമുക്ക് എക്സ്പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് ജീനോടൈപ്പ്. ജീനോടൈപ്പ് എങ്ങനെയായിരിക്കണം? സ്പീഷീസ് സ്പെസിഫിക് റെസ്പോൺസ്. പല സ്പീഷീസും പല സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസ് കാണിക്കുന്നുണ്ടായിരിക്കും. ഓരോ സ്പീഷീസിനും ഓരോ ജീനോടൈപ്പ് അല്ലേ ഉണ്ടാവുക. അതാണ് സ്പീഷീസ് സ്പെസിഫിക് റെസ്പോൺസ് എന്ന് പറയുന്നത്. നാലാമത്തെയാണ് കൾച്ചർ കണ്ടീഷൻസ്. അതായത് എപ്പോഴും നമുക്കറിയാം ടിഷ്യൂ കൾച്ചർ ലാബിൽ നമ്മൾ സാധാരണ റൂം പോലെയുള്ള ടെമ്പറേച്ചർ അല്ല ഉണ്ടാവുക. നല്ല ഒരു എന്താ പറയുക, ലോ ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കണ്ടാമിനേഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത്രയും പ്യൂർ ആയിട്ടൊരു കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കൾച്ചർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലൈറ്റ് വേണം, ടെമ്പറേച്ചർ വേണം, pH മെയിൻ്റെനൻസ് വേണം, ദെൻ ന്യൂട്രിയൻ മീഡിയം. ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കൾച്ചർ കണ്ടീഷൻസ് എന്ന് പറയുന്നത്.
ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാ വെച്ചാല് എന്താണ് നമ്മുടെ സൊമാറ്റിക് എംബ്രിയോജൻസിന്റെ മോളിക്കുലാർ ബേസിസ് എന്തൊക്കെയാണ്? അതായത് സാധാരണ ഇവിടെ 3 ജീൻസിന്റെ പേര് പറയുന്നുണ്ട്. ആ 3 ജീൻസിന്റെ പേര് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിട്ട് പോകണം. ഓക്കെ അല്ലേ? അതായത് ഫസ്റ്റ് വൺ ആണ് LEC, ലീഫി കോട്ടിലിഡൻ ജീൻ. LEC എന്ന് പറയുമ്പോൾ ലീഫി കോട്ടിലിഡൻ ജീൻ ഉണ്ട്. അതുപോലെ BBM, ബേബി റൂം, ബേബി ബൂം. അതുപോലെ WUSCHEL, വുസ് ജീൻ ഉണ്ട്, ഉഷൽ ജീൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ 3 ജീൻസ് എന്താണ്? നമ്മുടെ സൊമാറ്റിക് എംബ്രിയോജൻസിസിനെ കാരണമാകുന്ന അല്ലെങ്കിൽ അതിനെ എക്സ്പ്രസിങ് ചെയ്യുന്ന ജീനുകളാണ്. കിട്ടിയല്ലോ? സൊമാറ്റിക് എംബ്രിയോജൻസിനെ എക്സ്പ്രസിങ് ചെയ്യുന്ന ജീനുകളാണ് 3 പേര്. LEC ഉണ്ട്, BBM ഉണ്ട്, WUS ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന് സഹായിക്കുന്നത് പ്രധാനമായിട്ടും ഓക്സിൻ സിഗ്നലിംഗ് പാത്വേക്ക് സഹായിക്കുന്നുണ്ട്. നമ്മുടെ DNA മിഥൈലേഷൻ പോലുള്ള എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻസ് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഇതൊന്നും അത്ര കാര്യമായിട്ട് എന്താണ് DNA സിഗ്നൽ, എന്താണ് ഓക്സിൻ സിഗ്നലിംഗ്, എന്താണ് DNA മിഥൈലേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഓക്സിൻ സിഗ്നലിംഗ് പാത്വേ ഏതാണെന്ന് നമുക്ക് പഠിക്കാനൊന്നുമില്ല. സോ എന്താണ് അതിന്റെ ഏതിനൊക്കെ സഹായിക്കുന്നു, അല്ലെങ്കിൽ സൊമാറ്റിക് എംബ്രിയോജൻസിസ് ഏതിനൊക്കെ സഹായിക്കുന്നു എന്ന് ഓർത്ത് വെച്ചാൽ മതി. കേട്ടല്ലോ? അപ്പൊ എന്തൊക്കെ സഹായിക്കുന്നത്? ഓക്സിൻ സിഗ്നലിംഗ് പാത്വേസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ എപ്പിജനറ്റിക് മോഡിഫിക്കേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. DNA മീഥൈലേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് അപ്ലിക്കേഷൻസ് ഓഫ് സൊമാറ്റിക് എംബ്രിയോജൻസിസ്. എന്തൊക്കെയാണ് സൊമാറ്റിക് എംബ്രിയോജൻസിന്റെ അപ്ലിക്കേഷൻസ്? ഫസ്റ്റ് വൺ ആണ് ക്ലോണൽ പ്രൊപ്പഗേഷൻ. അല്ലേ? നമുക്കൊരു കുഞ്ഞു സെല്ലിൽ നിന്ന് ഒരുപാട് എംബ്രിയോസ് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരുപാട് എംബ്രിയോസ് ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പൊ അതിനർത്ഥം എന്താ? ക്ലോണൽ ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ വഴി നമുക്ക് ഒരേപോലത്തെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സോറി. അപ്പോൾ ക്ലോണൽ പ്രൊഡക്ഷന് സഹായിക്കുന്നുണ്ട്. ഒരേപോലെയുള്ള ഒരു മാസ് പ്ലാന്റ് ഗ്രൂപ്പ്സിനെ ഉണ്ടാക്കാൻ ഏത് സഹായിക്കുന്നുണ്ട്? നമ്മുടെ സൊമാറ്റിക് എംബ്രിയോജനസിസ് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ അപ്ലിക്കേഷൻ ആണ് ആർട്ടിഫിഷ്യൽ സീഡ്സ്. സൊമാറ്റിക് എംബ്രിയോസിനെ എൻകാപ്സുലേഷൻ വഴി ആർട്ടിഫിഷ്യൽ സീഡുകളെ ഉണ്ടാക്കാൻ പറ്റും. എന്താണ് ഞാൻ പറഞ്ഞത്? സൊമാറ്റിക് എംബ്രിയോസിനെ എൻകാപ്സുലേഷൻ വഴി ആർട്ടിഫിഷ്യൽ സീഡുകളെ ഉണ്ടാക്കാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ് ആണ് ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ. അതായത് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള റീജനറേഷൻ സിസ്റ്റം ആയിട്ടും ഏത് ആക്ട് ചെയ്യുന്നുണ്ട്? സൊമാറ്റിക് എംബ്രിയോജനസിസ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എംബ്രിയോസിനെ മൊത്തം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അല്ലേ? അതിന് ക്രയോ പ്രിസർവേഷൻ ഓഫ് ജേം പ്ലാസം. നമുക്ക് എംബ്രിയോസിനെ ക്രയോ പ്രിസർവേഷൻ ചെയ്യാൻ പറ്റും, ജേം പ്ലാസം പ്രിസർവേഷൻ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഈ മീഡിയത്തിലേക്ക് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ആ മീഡിയത്തിൽ നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസ് എത്രത്തോളമാണോ, അല്ലെങ്കിൽ ആ ന്യൂട്രിയൻസിന്റെ കമ്പോസിഷൻ എങ്ങനെയാണോ, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സാധനത്തിനെ അവിടെ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഫിഫ്ത്ത് വൺ ആണ് സിന്തറ്റിക് ബയോളജി ആൻഡ് ബ്രീഡിംഗ്. അതായത് പുതിയ പുതിയ വെറൈറ്റീസിനെ ഉണ്ടാക്കാൻ വേണ്ടി, പുതിയ പുതിയ ഹൈബ്രിഡ് ക്രോപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി, ഹൈബ്രിഡ് വെറൈറ്റികൾ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ആര് യൂസ് ചെയ്യാൻ പറ്റും? സൊമാറ്റിക് എംബ്രിയോജൻസിസ് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ഏത് ക്വാളിറ്റി ആണോ ആ ക്വാളിറ്റി നൽകുന്ന സെല്ലിനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൾച്ചർ ചെയ്യാൻ വേണ്ടി എക്സ്പാൻഡ് ആയി എടുക്കുന്നത്. ആ എക്സ്പാൻഡ് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ട ന്യൂട്രിയൻസ് കൊടുക്കുന്നത്. അതുവഴി മാത്രം നമുക്ക് എന്ത് ചെയ്യുന്നത്? മാസ് ആയിട്ടുള്ള ക്ലോണൽ ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് യൂസ്ഡ് ഇൻ സിന്തറ്റിക് ബയോളജി ആൻഡ് ബ്രീഡിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇംപ്രൂവ്ഡ് വെറൈറ്റീസ്. പുതിയ പുതിയ ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ഡെവലപ്മെന്റ്സിനും ഏത് സഹായിക്കുന്നുണ്ട്? സൊമാറ്റിക് എംബ്രിയോജനസിസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ പറയുന്നത്? ഹൈ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് അല്ലേ? പെട്ടെന്ന് ക്രോപ്സ് ഉണ്ടാവും അല്ലേ? മൾട്ടിപ്ലൈ ഉണ്ടാവും. പക്ഷെ എന്താ? പെട്ടെന്ന് ഒരുപാട് ഒരേപോലത്തെ ഒരുപാട് ക്രോപ്പുകൾ ഉണ്ടാവും അല്ലേ? ഹൈ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ്. രണ്ടാമത്തെ കാര്യം ഡിസീസ് ഫ്രീ പ്ലാന്റ്സ്. നല്ല റെസിസ്റ്റൻസ് ഒക്കെ ഉള്ള, ഇമ്മ്യൂണിറ്റി കപ്പാസിറ്റി ഒക്കെ ഉള്ള ഡിസീസ് ഫ്രീ പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. സ്യൂട്ടബിൾ ഫോർ ഓട്ടോമേഷൻ. നമ്മുടെ ബയോ റിയാക്ടർ ഉണ്ടല്ലോ, നമുക്ക് പഠിക്കാനുണ്ട്. ബയോ റിയാക്ടർ എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓട്ടോമേഷൻ ആയിട്ടുള്ള ബയോ റിയാക്ടർ ടെക്നോളജിയിലേക്ക് നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും? ഈ സൊമാറ്റിക് എംബ്രിയോജനസിസ് എന്ന് പറഞ്ഞ ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഏതിനുണ്ട് ലിമിറ്റേഷൻസ് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സൊമാറ്റിക് എംബ്രിയോജനസിനും എന്തുണ്ട്? കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് സോമോക്ലോണൽ വേരിയേഷൻ. പ്രത്യേകിച്ച് നമ്മൾ സൊമാറ്റിക് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൊമാറ്റിക് എംബ്രിയോജനസിസ്, എല്ലാത്തിലുമല്ല, ഡയറക്റ്റിലല്ല, ഇൻഡയറക്റ്റ് സൊമാറ്റിക് എംബ്രിയോജനസിസിൽ ചില കേസുകളിൽ എന്ത് കാണിക്കാറുണ്ട്? സോമോക്ലോണൽ വേരിയേഷൻ കാണിക്കാറുണ്ട്.
രണ്ടാമത്തെ കാറ്റഗറിയാണ് അബ്നോർമൽ എംബ്രിയോ ഡെവലപ്മെന്റ്. അബ്നോർമൽ ആയിട്ട് എന്ത് ചെയ്യാം, ചില എംബ്രിയോസ് നോർമൽ അല്ലാതെ തന്നെ അബ്നോർമൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ജീനോ ടൈപ്പ് ഡിപ്പെൻഡൻസി ഒരുപാട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ജീനോ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കോസ്റ്റ് ആൻഡ് ടെക്നിക്കൽ കോംപ്ലക്സിറ്റി, കോസ്റ്റും ടെക്നിക്കലൊക്കെ കോംപ്ലക്സിറ്റി കാണിക്കുന്ന ഒരു ഐറ്റം കൂടിയാണിത്. ഓക്കെ അല്ലേ? അതാണ് സൊമാറ്റിക് എംബ്രിയോസിന്റെ കോസ്റ്റ്. അത്യാവശ്യം നല്ല കോസ്റ്റ് ആണ്. പിന്നെ നമുക്ക് എന്താ പറയാ, ടെക്നിക്കലി നമുക്കത് കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടൊരു കാര്യമാണ്. അത് സിമ്പിൾ ടേം അല്ലേ, നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ എളുപ്പമല്ല. കാരണം കുറച്ചും കൂടി അഡ്വഞ്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വേഴ്സ് ആയിട്ട് ടെക്നോളജി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് ആവശ്യമുള്ള ആൾക്കാർ ജോലിക്കാർ നിർത്തേണ്ടി വരും. അപ്പോൾ അത് കുറച്ചും കൂടി കോസ്റ്റബിൾ ആണ്. ഓക്കെ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ജീനോടൈപ്പിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നു. ഒരു ജീനോടൈപ്പ് എന്താണോ ആ ജീനോടൈപ്പിനെ നമ്മൾ മീഡിയത്തിലേക്ക് കൊടുക്കുന്നു, അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് കൊടുക്കുന്നു, അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോപ്പീസ് ഓഫ് പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ജീനോടൈപ്പ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ 4 പോയിന്റ്സ് കിട്ടിയെന്ന് വെക്കുന്നു. ഒന്നാമത്തെ കാര്യം, അത് വേരിയേഷൻ കാണിക്കുന്നുണ്ട്, ക്രോമോസോമൽ വേരിയേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ചില കേസുകളിലൊക്കെ അബ്നോർമൽ ആയിട്ടുള്ള എംബ്രിയോ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഏതാണോ ജീനോടൈപ്പ് ആ ജീനോടൈപ്പിന് മാത്രം ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു കാര്യമാണ് കോസ്റ്റബിൾ ആണ്, അതുപോലെ തന്നെ എന്താ ടെക്നിക്കലി കോംപ്ലക്സിറ്റി കാണിക്കുന്ന ഒന്നാണ്. ഇനി ഏതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ സൊമാറ്റിക് എംബ്രിയോജനിസിസ് കാണിക്കുന്ന പ്ലാന്റ്സിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ ആണ് നമ്മുടെ സാധാരണ എന്തെയും പോലത്തെ മോഡാണ് ക്യാരറ്റ് അല്ലേ, ഡാക്കസ് കരോട്ട എന്ന് പറയുന്നത്. പിന്നെ കോഫിയ അറബിക്ക, ഓയിൽ പാം ഇലീഷ്യസ് ഗുനൻസിസ്, ബനാന മ്യൂസ സ്പീഷീസ്. ഓർത്ത് വെക്കണേ, സൊമാറ്റിക് എംബ്രിയോജനിസിസ് കാണിക്കുന്നത് ആരൊക്കെയാണ്? ക്യാരറ്റ് ഡാക്കസ് കരോട്ട, അതുപോലെ കോഫിയ അറബിക്ക, ഓയിൽ പാം ഇലീഷ്യസ് ഗുനൻസിസ്, ബനാന മ്യൂസ സ്പീഷീസ് എന്നിവയാണ് പ്രധാനപ്പെട്ട എക്സാമ്പിൾസ്. ഓക്കെ അല്ലേ? അപ്പോൾ സൊമാറ്റിക് എംബ്രിയോജനിസിസ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂളാണ്. നമ്മുടെ പ്ലാന്റ് ബയോടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ് പ്രൊപ്പഗേഷൻ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ജനറ്റിക് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റിലും കൺസർവേഷനിലും ജേർംപ്ലാസം കൺസർവേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്തു അല്ലേ? അപ്പോൾ കൺസർവേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും നമ്മൾ തോന്നിയ പോലെ ആക്കിയിട്ട് കാര്യമില്ല, കൃത്യമായിട്ട് ഹോർമോണൽസും അതിന്റെ കോൺസെൻട്രേഷനും അതിന്റെ ആ ഒരു പ്രപ്പോർഷനൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, കൃത്യമായിട്ടുള്ള ഹോർമോണൽ കൺട്രോൾ ആൻഡ് മോളിക്കുലർ മെക്കാനിസംസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ കൾച്ചറിലും ഇൻഡസ്ട്രിയിലും അപ്ലിക്കബിൾ ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു? സൊമാറ്റിക് എംബ്രിയോജനിസിനെ കുറിച്ചിട്ടായിരുന്നു. സിമ്പിൾ ടോപ്പിക് ആണ് അല്ലേ? അപ്പോൾ എന്താണ് സൊമാറ്റിക് എംബ്രിയോജനിസിസ്? സൊമാറ്റിക് എംബ്രിയോ എന്താണ്? സൊമാറ്റിക് സെല്ലിൽ നിന്ന് എംബ്രിയോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് എംബ്രിയോജനിസിസ് എന്ന് വിളിക്കുന്നത്. രണ്ട് രീതിയിലുള്ള സൊമാറ്റിക് എംബ്രിയോജനിസിസ് ഉണ്ട്. ഡയറക്റ്റ് സൊമാറ്റിക് എംബ്രിയോജനിസിസ് ഉണ്ട്, ഇൻഡയറക്റ്റ് സൊമാറ്റിക് എംബ്രിയോജനിസിസ് ഉണ്ട്. ഡയറക്റ്റ് സൊമാറ്റിക് എംബ്രിയോജനിസിസ് എന്ന് പറയുമ്പോൾ എന്താ, ഡയറക്റ്റ് എക്സ്പാൻഡിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ സൊമാറ്റിക് സെല്ലിലെ എക്സ്പാൻഡിലെ സൊമാറ്റിക് സെല്ലിൽ നിന്നായിരിക്കും എംബ്രിയോ ഉണ്ടാവുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് സൊമാറ്റിക് എംബ്രിയോജനിസിസ് എന്ന് വിളിക്കുന്നത്. ഇൻഡയറക്റ്റ് സൊമാറ്റിക് എംബ്രിയോജനിസിസ് എന്ന് പറയുമ്പോൾ എന്താ, എക്സ്പാൻഡിലെ സൊമാറ്റിക് സെല്ലിൽ നിന്നും ആദ്യം കാലസ് ടിഷ്യൂ ഉണ്ടാവുന്നു, ആ കാലസ് ടിഷ്യൂവിൽ നിന്നാണ് പിന്നെ ആരുണ്ടാവുന്നത്, എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് സൊമാറ്റിക് എംബ്രിയോജനിസിസ് എന്ന് പറയുന്നത്. പിന്നെ എന്താ, അവരുടെ മെറിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേപോലത്തെ ഒരുപാട് സ്പീഷീസിന് ഉണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ക്ലോൺസ് ആയിരിക്കും, ഒരേപോലത്തെ ഐഡന്റിറ്റി ഒക്കെ കാണിക്കും അല്ലേ? ലിമിറ്റേഷൻസ് എന്തൊക്കെയാ? കോസ്റ്റ് ഉണ്ട്, ടെക്നിക്കൽ ഇഷ്യൂസ് ആയി വരാൻ സാധ്യതയുണ്ട്, പിന്നെ കോംപ്ലക്സിറ്റി ഇതിരി കൂടുതലാണ്. പിന്നെ അത് മാത്രമാണോ, ചില സോമോക്ലോണൽ വേരിയേഷന്റെ കേസിൽ ചില കേസുകളിലെ വേരിയേഷൻ കാണിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അത്രയാണ്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ പഠിച്ചെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ഭാഗമാണ് നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ ആർട്ടിഫിഷ്യൽ സീഡ്സ്. എന്താണ് ആർട്ടിഫിഷ്യൽ സീഡ്സ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് ആണ് ആർട്ടിഫിഷ്യൽ സീഡ്സ്. എന്താണ് ആർട്ടിഫിഷ്യൽ സീഡ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സിന്തറ്റിക് സീഡ്സ് എന്ന് പറയാൻ പറ്റും. അതായത് നമ്മൾ എൻകാപ്സുലേറ്റഡ് ആയിട്ടുള്ള സൊമാറ്റിക് എംബ്രിയോസിനെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ സീഡ്സ്. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു കോട്ടിംഗ് ഉള്ള സൊമാറ്റിക് എംബ്രിയോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഷൂട്ട് ബഡുകളായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടിഷ്യൂ ആയിരിക്കാം കേട്ടോ. അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു സീഡുകൾ, അല്ലെങ്കിൽ എൻകാപ്സുലേറ്റഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള സീഡുകളെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ സീഡ് എന്ന് വിളിക്കുന്നത്. അതിൽ നിന്നും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഡെവലപ്പ് ചെയ്യും. അതായത് ഈ ആർട്ടിഫിഷ്യൽ സീഡിൽ നിന്നും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഡെവലപ്പ് ചെയ്യും. എങ്ങനെയാണ്? ഇൻ വിട്രോ കണ്ടീഷനിൽ. ഇൻ വിട്രോ എന്ന് പറയുമ്പോൾ ലാബ് കണ്ടീഷൻ ആയിരിക്കണം,
പിന്നെ അതുപോലെ ന്യൂട്രിയൻസ് കൊടുക്കണം. നമ്മൾ അത്രയും കണ്ടാമിനേഷൻസ് ഒന്നുമില്ലാതെ കെയർ ചെയ്യുന്ന കണ്ടീഷൻ ആയാൽ മാത്രമേ അത്തരത്തിലുള്ള സീഡുകൾ ഡെവലപ്പ് ചെയ്യുള്ളൂ. അത്തരത്തിലുള്ള സീഡുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ആർട്ടിഫിഷ്യൽ സീഡുകൾ എന്നോ അല്ലെങ്കിൽ സിന്തറ്റിക് സീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർത്ത് വെക്കണം, ഈ ആർട്ടിഫിഷ്യൽ സീഡ് അല്ലെങ്കിൽ സിന്തറ്റിക് സീഡിൽ നിന്നും ഒരു എൻറ്റയർ ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് കൺസെപ്റ്റിലേക്ക് നോക്കി നോക്കാം. നമ്മുടെ സൊമാറ്റിക് എംബ്രിയോജനസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കി നോക്കുകയെന്ന് വെച്ചാൽ, ഈ സൊമാറ്റിക് എംബ്രിയോസ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സൊമാറ്റിക് എംബ്രിയോജനസിസ് വഴിയാണ് സൊമാറ്റിക് എംബ്രിയോസ് ഡെവലപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ. ആ സൊമാറ്റിക് എംബ്രിയോസിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സോഡിയം ആൽജിനേറ്റിന്റെ ഹൈഡ്രോജൽ കോട്ടിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സീഡുകളെ വിളിക്കുന്ന പേരാണ് നമ്മുടെ സിന്തറ്റിക് സീഡ്സ്. അങ്ങനെ ജനറലി പറയാച്ചാൽ എന്താണ്? സിന്തറ്റിക് സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള സൊമാറ്റിക് സീഡ് തന്നെയാണ്. പക്ഷെ അവർക്ക് ചുറ്റും എന്തുണ്ട്? ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രോജൽ ഉണ്ട്. ആ ഹൈഡ്രോജൽ എന്ന് പറയുന്നത് എന്ത് കോമ്പൗണ്ട് ആയിരിക്കും? സോഡിയം ആൽജിനേറ്റ് ആയിരിക്കും. സോഡിയം ആൽജിനേറ്റ് ആയിരിക്കും. ഇത് സാധാരണ ട്രൂ സീഡുകളെ പോലെ തന്നെ ആക്ട് ചെയ്യും. സ്ട്രക്ചറിലും ഫംഗ്ഷനിലും എല്ലാം എന്താണോ സാധാരണ സീഡ് അതേപോലെ തന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ സീഡുകൾ അല്ലെങ്കിൽ സിന്തറ്റിക് സീഡുകൾ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും എന്നൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഓരോ കമ്പോണൻസിന്റെ ആർട്ടിഫിഷ്യൽ സീഡ്സിന്റെ പ്രൊപ്പഗ്യൂൾ ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രൊപ്പഗ്യൂൾസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് സൊമാറ്റിക് എംബ്രിയോസിലോ ഷൂട്ട് ബഡുകളിലൊക്കെ നമ്മൾ പ്രൊപ്പഗ്യൂൾ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുക. സോഡിയം ആൽജിനേറ്റ് യൂസ് ചെയ്യുന്നത് എൻകാപ്സുലേഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇങ്ങനെ കോട്ടിങ് ചെയ്യണ്ടേ? ഇപ്പോൾ സീഡ് എടുത്ത് വെച്ചാൽ ആ സീഡിന് ചുറ്റും നമുക്ക് കോട്ടിങ് ചെയ്യണ്ടേ? ആ എൻകാപ്സുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സോഡിയം ആൽജിനേറ്റ്. അതുപോലെ കോംപ്ലക്സിങ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോംപ്ലക്സിങ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? കാൽസ്യം ക്ലോറൈഡ് ആണ്. പ്രൊപ്പഗ്യൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് മെറ്റീരിയൽ ആയിരിക്കും? സാധാരണ എംബ്രിയോ അല്ലെങ്കിൽ ഷൂട്ട് ബഡ് ഒക്കെയാണ് നമ്മൾ ഇതിന് സൊമാറ്റിക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സീഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത്. എൻകാപ്സുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോഡിയം ആൽജിനേറ്റ് യൂസ് ചെയ്യുന്നു. കോംപ്ലക്സിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? കാൽസ്യം ക്ലോറൈഡ് ആണ്. അഡിക്റ്റീവ്സ് ആയിട്ട് ആരെയൊക്കെ ആഡ് ചെയ്യാം? ന്യൂട്രിയൻസിനെ കൊടുക്കാം, ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ കൊടുക്കാം, ആന്റിബയോട്ടിക്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഭാഗമാണ് ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ സീഡ്സ്. ആർട്ടിഫിഷ്യൽ സീഡ്സ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, രണ്ട് ടൈപ്പാണ് പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ സീഡ്സ് ഉള്ളത്. ഒന്നാമത്തെയാണ് ഡെസിക്കേറ്റഡ് ആർട്ടിഫിഷ്യൽ സീഡ്സ്. ഡെസിക്കേറ്റഡ് ആർട്ടിഫിഷ്യൽ സീഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ആ എംബ്രിയോസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അവർക്ക് എന്തിനുള്ള കപ്പാസിറ്റി ആയിരിക്കും? ടോളറേറ്റ് ഡ്രൈയിങ് ആണ് കേട്ടോ. ടോളറേറ്റ് ഡ്രൈയിങ് ആയിരിക്കും. അതായത് എംബ്രിയോസിൽ നിന്നുമാണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക കേട്ടോ. ഡിസിക്കേറ്റഡ് ആർട്ടിഫിഷ്യൽ സീഡ്സ് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ സീഡ് ഒക്കെ തന്നെയാണ്, പക്ഷെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക എവിടെയായിരിക്കും? എംബ്രിയോസിനായിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അവർക്ക് ടോളറൻസിനെ ഡ്രൈ ആയിട്ടുള്ള ടോളറൻസിനെ ചെയ്യാനായിട്ട് കപ്പാസിറ്റി ആയിരിക്കും. ഡ്രൈയിങ്ങിനെ ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിരിക്കും. ജനറലി അങ്ങനെ പറയാം. ഓക്കെ, ഡ്രൈനെസ്സിനെ ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. അവർ നമുക്ക് സാധാരണ സീഡുകളെ പോലെ തന്നെ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? എന്നാൽ എന്താണ് രണ്ടാമത്തെ ടൈപ്പാണ് ഹൈഡ്രേറ്റഡ് ആർട്ടിഫിഷ്യൽ സീഡ്സ്. ഹൈഡ്രേറ്റഡ് ആർട്ടിഫിഷ്യൽ സീഡ് എന്ന് പറയുമ്പോൾ എന്താ? അവരിൽ മോയിസ്ചർ കണ്ടന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കൾച്ചർ ആവശ്യമാണ്, അതുപോലെ തന്നെ കൺട്രോളിങ് ആവശ്യമാണ്. അത്തരത്തിലുള്ള സീഡുകളെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രേറ്റഡ് ആർട്ടിഫിഷ്യൽ സീഡുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ സീഡ് അല്ലെങ്കിൽ സിന്തറ്റിക് സീഡിന്റെ പ്രൊഡക്ഷൻ നമുക്ക് നോക്കിയാലോ? ഫസ്റ്റ് നമ്മൾ ആദ്യം എംബ്രിയോൺ എടുക്കും അല്ലേ? നമ്മുടെ സൊമാറ്റിക് എംബ്രിയോജനസിസ് എന്ന പ്രോസസ് ഉണ്ട്. അതുവഴി നമ്മൾ എന്ത് ചെയ്തു? സൊമാറ്റിക് എംബ്രിയോനെ പ്രൊഡക്ഷൻ ചെയ്യണം. അങ്ങനെ കാലസിൽ നിന്നോ എക്സ്പ്ലാനിൽ നിന്നൊക്കെ എന്ത് ചെയ്തു? സൊമാറ്റിക് ആയിട്ടുള്ള എംബ്രിയോസ് ഡെവലപ്പ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പാണ് എൻകാപ്സുലേഷൻ. അവർക്ക് കോട്ടിംഗ് കൊടുക്കണ്ടേ? ആ കോട്ടിംഗ് കൊടുക്കുന്ന സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് എൻകാപ്സുലേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈ എംബ്രിയോസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സോഡിയം ആൽജിനേറ്റിന്റെ സൊല്യൂഷനിലേക്ക് മിക്സ് ചെയ്ത് വെക്കുകയാണ്. കിട്ടിയോ? സോഡിയം ആൽജിനേറ്റിന്റെ സൊല്യൂഷനിലേക്ക് മിക്സ് ചെയ്ത് വെച്ചു. ദെൻ ആ മിക്സറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാണ്? കാൽസ്യം ക്ലോറൈഡ് ഡ്രോപ്പ് ആയി നമ്മുടെ ഡ്രോപ്പ് ഇൻറ്റു കാൽസ്യം ക്ലോറൈഡ്. എന്ത് ചെയ്തു? നമ്മൾ ആ സോഡിയം ആൽജിനേറ്റിന്റെ മിക്സറിന് നമ്മൾ മെല്ലെ മെല്ലെ എവിടേക്കാണ്? കാൽസ്യം ക്ലോറൈഡിലേക്ക് ഡ്രോപ്പ്ഡ് ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക. നല്ലൊരു പ്രോസസ്സ് അല്ലേ? ഞാൻ ആ ഡ്രോപ്പ് ആക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള സർക്കുലർ ആയിട്ടുള്ള സീഡുകളായിട്ട് ഇത് മാറും അല്ലേ? നമ്മൾ ചെയ്തിട്ടുണ്ടാവും. PG ലെവലിൽ നമ്മൾ ലാബിൽ അത് എക്സ്പെരിമെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ നല്ല ഭംഗിയുള്ള സീഡ് ഉണ്ടാവില്ലേ? അപ്പോൾ കാൽസ്യം ക്ലോറൈഡ് ആണ് എന്തിനു സഹായിക്കുന്നത്? ബീഡ് ലൈക്ക് ഷേപ്പിനെ അവിടെ സഹായിക്കുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് ഹാർഡനിങ് അല്ലേ? അപ്പൊ ഈ ബീഡ്സിന്റെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, അവർക്കൊന്ന് അവര് സെറ്റിൽ ആവണ സമയം കൊടുക്കണം വേണ്ടേ? അപ്പോൾ
സീഡ് സ്റ്റെബിലൈസിങ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ പ്രോസസ്സ്. നാലാമത്തെയാണ് സ്റ്റോറേജ് അല്ലെങ്കിൽ ജെർമിനേഷൻ. ആ സീഡുകളെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ വിട്രോ ആയിട്ട് കൾച്ചർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഹാർഡനിങ് ചെയ്തതിന് ശേഷം എവിടേക്ക് കൊടുക്കാം, സോയിലിലേക്ക് ഡയറക്റ്റ്ലി ചില കേസുകളിൽ സോയിലിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും. കിട്ടിയോ? അപ്പൊ 4 പ്രോസസ്സാണ് പ്രധാനമായിട്ടും ഇതിലുള്ളത്. നമ്മുടെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, ആർട്ടിഫിഷ്യൽ സീഡ്സ് അല്ലെങ്കിൽ സിന്തറ്റിക് സീഡ്സിന്റെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ പ്രധാനമായിട്ടും 4 പ്രോസസ് ആയിരിക്കും ഉണ്ടാവുക. ആദ്യം സൊമാറ്റിക് എംബ്രിയോജെനിസിസ് വഴി സൊമാറ്റിക് സീഡുകളെ ഉണ്ടാക്കി. അതൊന്നെങ്കിൽ എക്സ്പ്ലാന്റിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ കാലസിൽ നിന്നായിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ എവിടേക്ക് കൊടുത്തു, ആ സൊമാറ്റിക് സീഡുകളെ നമ്മൾ എൻകാപ്സുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോഡിയം ആർജിനേറ്റിലേക്ക് കൊടുത്തു. ദെൻ ഡ്രോപ്ഡ് ഇൻറ്റു കാൽസ്യം ക്ലോറൈഡ്. അപ്പോൾ എന്ത് ചെയ്തു, ഡ്രോപ്പ് ചെറിയ ചെറിയ ബീഡ് പോലത്തെ സ്ട്രക്ചർ ഫോം ചെയ്തു. അതിനുശേഷം ഹാർഡനിങ് ചെയ്തു. ദെൻ നമ്മൾ അവർ എന്ത് ചെയ്തു, സ്റ്റോറേജ് ചെയ്തു, അല്ലെങ്കിൽ ഇൻ വിട്രോ ആയിട്ട് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി എവിടേക്ക് കൊടുക്കുകയാണ്, സോയിലിലേക്ക് കൊടുത്തു എന്ന കാര്യം ഓർത്ത് വെക്കുക. അങ്ങനെ വെച്ചാൽ എന്താണ് ആർട്ടിഫിഷ്യൽ സീഡ് അല്ലെങ്കിൽ സിന്തറ്റിക് സീഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ ആണ് ക്ലോണൽ പ്രൊപ്പഗേഷൻ ഓഫ് എലൈറ്റ് പ്ലാന്റ്സ്. നമുക്ക് ഏതാണോ വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള പ്ലാന്റ് ഏതാണോ, അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കണം എന്ന ആഗ്രഹമുള്ള പ്ലാന്റ് ഏതാണോ, ആ എലൈറ്റ് പ്ലാന്റിന്റെ ഒരുപാട് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹാൻഡ്ലിംഗ് ഈസി ആക്കുന്നുണ്ട്, സ്റ്റോറേജ് ഈസി ആക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ടും ഈസി ആക്കുന്നുണ്ട്. അല്ലേ, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ വലിയ മരങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സീഡാ, നമുക്ക് എളുപ്പം സൂക്ഷിക്കാൻ പറ്റും, എളുപ്പം കൊണ്ടുപോകാൻ പറ്റും, എളുപ്പം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പുവർ സീഡ് വയബിലിറ്റി ഉള്ള സ്പീഷീസിലും നമുക്ക് യൂസ്ഫുൾ ആണ്. ചില സീഡുകൾക്കൊന്നും അധികകാലം നിൽക്കാൻ പറ്റില്ല, കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ സീഡ് അങ്ങ് നാശമാവും അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള സീഡുകളെ നമുക്ക് വേണ്ട സമയം ഇതുവരെയാണോ അതുവരേക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി അത് സഹായിക്കുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ സീഡ്സ് സഹായിക്കും. കാരണം എന്താ, അതൊക്കെ കേടാവാൻ പറ്റില്ല, കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി സോഡിയം ആർജിനേറ്റ് വെച്ചിട്ട് എൻകാപ്സുലേഷൻ ചെയ്യുന്നുണ്ട്, ദെൻ കാൽസ്യം ക്ലോറൈഡ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്നും എന്താണ്, അതിന്റെ റെസിസ്റ്റൻസ് കപ്പാസിറ്റി കൂട്ടുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ വയബിലിറ്റി കുറഞ്ഞ സീഡുകളിലും നമുക്ക് ഏത് ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഈ ആർട്ടിഫിഷ്യൽ സീഡ് ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ജേം പ്ലാസം കൺസർവേഷനിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലോ കോസ്റ്റ് മാസ് മൾട്ടിപ്ലിക്കേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ട് ടെക്നോളജി ഒന്നും അല്ല ഇത്, ഈ ആർട്ടിഫിഷ്യൽ സീഡ് അല്ലെങ്കിൽ സിന്തറ്റിക് സീഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ ആകപ്പാടെ നമുക്ക് വേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ, സോഡിയം ആൾജിനേറ്റ് എന്ന് പറയുന്ന കെമിക്കലും അതുപോലെ കാൽസ്യം ക്ലോറൈഡ് മാത്രമേ നമുക്ക് അവിടെ ആവശ്യമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ MSc ലെവലിൽ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ രണ്ട് കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല അത്, പ്രത്യേകിച്ച് റിസർച്ച് ഫീൽഡിൽ. അതുകൊണ്ട് തന്നെ ഈസിലി കൈകാര്യം ചെയ്യാനും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത് സിന്തറ്റിക് സീഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സീഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാ അഡ്വാൻറ്റേജസ്, ക്ലോണൽ പ്രൊപ്പഗേഷൻ, എലൈറ്റ് പ്ലാന്റ്സിന്റെ ക്ലോണൽ പ്രൊപ്പഗേഷൻ നമുക്ക് നടക്കാൻ പറ്റും. അതുപോലെ ഈസി ഹാൻഡ്ലിംഗ് ആണ്, സ്റ്റോറേജ് ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. പിന്നെ പുവർ സീഡ് വയബിലിറ്റി ഉള്ള സ്പീഷീസിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ജേം പ്ലാസം കൺസർവേഷൻ ചെയ്യാൻ പറ്റും. ലോ കോസ്റ്റ് വഴി നമുക്ക് മാസ് ആയിട്ടുള്ള സ്പീഷീസിന്റെ മൾട്ടിപ്ലിക്കേഷനും ഏത് ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സിന്തറ്റിക് സീഡ് കൾച്ചർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സീഡ് കൾച്ചർ എന്ന ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ലിമിറ്റേഷൻസ്, ഇത് ഒരേപോലെ ആയിരിക്കില്ല, എല്ലാ സൊമാറ്റിക് എംബ്രിയോസും എങ്ങനെയല്ല, ഒരേപോലെ ആയിരിക്കില്ല. അതുപോലെ കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് ആയിട്ട് മാറുന്ന, അതായത് ഒരു സൊമാറ്റിക് സീഡ് പ്ലാന്റ് ആയി മാറുന്ന അതേ കൺവേർഷൻ സ്പീഡ് ആയിരിക്കില്ല മറ്റെല്ലാ സൊമാറ്റിക് എംബ്രിയോസും പ്ലാന്റ് ആയി മാറുമ്പോൾ ഉണ്ടാവുക. പിന്നെ ഡെസിക്കേഷൻ സെൻസിറ്റിവിറ്റി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കണ്ടാമിനേഷൻ വളരെ റിസ്ക് കൂടുതലുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഡെസിക്കേഷൻ സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കും, കണ്ടാമിനേഷൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ രോഗാണുക്കൾ കൊണ്ടുള്ള അറ്റാക്ക് ഉണ്ടാവാൻ അല്ലെങ്കിൽ കണ്ടാമിനേഷൻ റിസ്ക് വളരെ കൂടുതലായിരിക്കും ആർക്കുണ്ടാവുക, ആർട്ടിഫിഷ്യൽ സീഡ്സ് അല്ലെങ്കിൽ സിന്തറ്റിക് സീഡ്സ് ഉണ്ടാവുക എന്ന കാര്യം ഓർത്ത് വെക്കുക. പ്രധാനമായിട്ടും നമ്മുടെ സിന്തറ്റിക് സീഡ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സീഡ്സിന്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെയാണ് ഫോറസ്ട്രി, ടീക്ക്, യുക്കാലിപ്റ്റസ്, അതിന്റെ ആ ഒരു ഫോറസ്ട്രിയിലെ സീഡുകളെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഹോർട്ടിക്കൾച്ചർ ക്രോപ്പുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. റെയർ ആയിട്ടുള്ള, എൻഡേഞ്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന, ഭാവിയിൽ കിട്ടാതെയാവുന്ന വൾണറബിൾ ആയിട്ടുള്ള സ്പീഷീസിന്റെ ഒക്കെ കൺസർവേഷൻ വേണ്ടി നമുക്ക് എൻഡേഞ്ചർ ആയിട്ടുള്ള, കാരണം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഷീസ് ആയിരിക്കും, അപ്പൊ അതിന്റെ സീഡുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സിന്തറ്റിക് സീഡ് വഴി പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം, ഒരു ജനറ്റിക് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെങ്കിൽ അതിന്റെ ജനറ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക മദർ സോഴ്സ് വേണ്ടേ, അതിനു വേണ്ടി നമുക്ക് ഏത് യൂസ് ചെയ്യാം, നമ്മുടെ സിന്തറ്റിക് സീഡ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സീഡ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലേ? അപ്പോൾ കുഞ്ഞൊരു ഭാഗമാണ് സിന്തറ്റിക് സീൽ എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മൾ നേരത്തെ കിട്ടിയ സൊമാറ്റിക് എംബ്രിയോസ് ഉണ്ട്. ആ സൊമാറ്റിക് എംബ്രിയോസ് രണ്ട് ടേം ഓർത്ത് വെച്ചാൽ മതി. ഒന്ന് സോഡിയം ആൽജിനേറ്റ് വെച്ചിട്ട് നമ്മൾ എൻകാപ്സുലേറ്റ് ചെയ്യുന്നു. ബീഡ് ആകുന്നത് കാൽസ്യം ക്ലോറൈഡ് വഴിയായിരിക്കും ഉണ്ടാവുക. then അതിന്റെ അപ്ലിക്കേഷൻസ് എന്താ, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. സിമ്പിൾ ഭാഗമല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്. താങ്ക് യു.